നമസ്കാരം. ആഗോള പ്രതിരോധ രംഗത്ത് ഇന്ത്യ വെറുമൊരു ആയുധ ഇറക്കുമതി രാജ്യം എന്ന നിലയിൽ നിന്നും അത്യാധുനിക യുദ്ധസാമഗ്രികൾ വികസിപ്പിക്കുകയും പാശ്ചാത്യ രാജ്യങ്ങൾക്ക് അവ വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഒരു ആഗോള ശക്തിയായി അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഏറ്റവും പുതിയതും തന്ത്രപരവുമായ തെളിവാണ് സ്വീഡൻ ഉൾപ്പെടെയുള്ള നോർഡിക് രാജ്യങ്ങൾ വലിയ തോതിലുള്ള ആയുധ സംഭരണത്തിനായി ഇന്ത്യൻ പ്രതിരോധ നിർമ്മാണ മേഖലയെ ആശ്രയിക്കാൻ ഒരുങ്ങുന്ന പുതിയ നീക്കം. യൂറോപ്യൻ യൂണിയൻ്റെ സുപ്രധാനമായ റീആം പദ്ധതിക്ക് കീഴിൽ ഇന്ത്യയിലെ പ്രമുഖ പ്രതിരോധ നിർമ്മാണ കമ്പനിയായ ഭാരത് ഫോർജും സ്വീഡനിലെ പ്രശസ്ത ആയുധ നിർമ്മാതാക്കളായ നമോ സ്വീഡനും തമ്മിൽ ഒപ്പുവെച്ച തന്ത്രപരമായ പങ്കാളിത്തം യൂറോപ്പിൻ്റെ ആയുധവൽക്കരണ പ്രക്രിയയിൽ ഇന്ത്യ എത്രത്തോളം നിർണായകമായ പങ്കാണ് വഹിക്കാൻ പോകുന്നത് എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ്. പാരീസിൽ നടന്ന യൂറോസെറ്ററി പ്രതിരോധ പ്രദർശനത്തിൽ വെച്ചാണ് വലിയ കാലിബർ പ്രതിരോധ സബ് സിസ്റ്റങ്ങൾ സംയുക്തമായി നിർമ്മിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനുമുള്ള പ്രാഥമിക കരാറിൽ ഇരു കമ്പനികളും ഒപ്പുവെച്ചത്. വർദ്ധിച്ചു വരുന്ന ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളുടെയും റഷ്യ യൂറോപ്പ് യുദ്ധസമാനമായ സാഹചര്യങ്ങളുടെയും പശ്ചാത്തലത്തിൽ യൂറോപ്പിൻ്റെയും നോർഡിക് രാജ്യങ്ങളുടെയും ആയുധ വിതരണ ശൃംഖലയെ കൂടുതൽ ശക്തമാക്കുക എന്നതാണ് ഈ പുതിയ നയതന്ത്ര കരാറിലൂടെ ലക്ഷ്യമിടുന്നത്. ആധുനിക റോബോട്ടിക്സ്, ഓട്ടോമേഷൻ, പ്രിസിഷൻ ഫോർജിംഗ് എന്നിവയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ട് ഭാരത് ഫോർജ് ഇതിനകം തന്നെ സ്വീഡനിൽ തങ്ങളുടെ നിർമ്മാണ അടിത്തറ വിപുലീകരിച്ചിട്ടുണ്ട്. ഈ സഹകരണം വഴി നോർഡിക് രാജ്യങ്ങളിലെ സൈന്യങ്ങൾക്ക് ഏറ്റവും നിർണായകമായ പീരങ്കി ഘടകങ്ങളും മറ്റ് ആയുധ സാമഗ്രികളും യാതൊരു തടസ്സവുമില്ലാതെ കൃത്യസമയത്ത് ലഭ്യമാക്കാൻ സാധിക്കും. ഇത് ആയുധങ്ങൾക്കായി മറ്റ് വിദേശ വിതരണക്കാരെ അമിതമായി ആശ്രയിക്കുന്ന പ്രവണത പൂർണ്ണമായും കുറയ്ക്കാൻ അവരെ സഹായിക്കും. വെടിക്കോപ്പുകളിലും റോക്കറ്റ് പ്രൊപ്പൽഷൻ സിസ്റ്റങ്ങളിലും ദീർഘകാലത്തെ പരിചയസമ്പത്തുള്ള നമോ സ്വീഡൻ്റെ സാങ്കേതിക വിദ്യയും പീരങ്കി സംവിധാനങ്ങളിലും കവചിത വാഹന നിർമ്മാണത്തിലും ഭാരത് ഫോർജിനുള്ള ആഗോള പാരമ്പര്യം ഒത്തുചേരുമ്പോൾ അത് പ്രതിരോധ രംഗത്ത് വലിയൊരു വിപ്ലവത്തിനാണ് വഴി തുറക്കുന്നത്. യൂറോപ്പിൽ നിലവിലുള്ള ആയുധങ്ങളുടെയും വെടിക്കോപ്പുകളുടെയും കടുത്ത ക്ഷാമം പരിഹരിക്കുന്നതിനായി രൂപീകരിച്ചതാണ് EU റീആം മുൻകൈ. നാറ്റോ സഖ്യരാജ്യങ്ങൾക്കിടയിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിലും ആയുധങ്ങൾക്കായുള്ള ആവശ്യം കുതിച്ചുയർന്നതോടെ തങ്ങളുടെ പരമ്പരാഗത വിതരണ ശൃംഖലകൾക്ക് അപ്പുറത്തേക്ക് ചിന്തിക്കാൻ യൂറോപ്പ് നിർബന്ധിതരായിരിക്കുകയാണ്. ഭാരത് ഫോർജുമായുള്ള ഈ പങ്കാളിത്തത്തിലൂടെ സ്വീഡനും മറ്റ് നോർഡിക് രാജ്യങ്ങളും തങ്ങളുടെ പ്രതിരോധ വ്യവസായത്തിന് മികച്ചൊരു സുരക്ഷാ കവചമാണ് ഒരുക്കുന്നത്. ഉയർന്ന നിലവാരത്തിലുള്ളതും സങ്കീർണവുമായ മിലിറ്ററി സാങ്കേതിക വിദ്യകൾ വലിയ തോതിൽ വിതരണം ചെയ്യാനുള്ള ഇന്ത്യയുടെ ശേഷിയിലുള്ള യൂറോപ്പിൻ്റെ വർദ്ധിച്ചു വരുന്ന വിശ്വാസമാണ് ഈ നീക്കത്തിലൂടെ പ്രകടമാകുന്നത്. റഷ്യയുമായുള്ള യൂറോപ്പിൻ്റെ കടുത്ത ശത്രുത ഭൂഖണ്ഡത്തിലുടനീളമുള്ള ആയുധ പുനഃസംഘടനയ്ക്ക് വലിയ വേഗത നൽകിയിട്ടുണ്ട്. പരമ്പരാഗതമായി പടിഞ്ഞാറൻ യൂറോപ്യൻ വിതരണക്കാരെ മാത്രം ആശ്രയിച്ചിരുന്ന നോർഡിക് സൈന്യങ്ങൾ ഇപ്പോൾ ഇന്ത്യയെ ഏറ്റവും വിശ്വസനീയമായൊരു പങ്കാളിയായി കാണാൻ തുടങ്ങിയിരിക്കുന്നു. ആഗോള പ്രതിരോധ ആവാസ വ്യവസ്ഥയിലേക്ക് ഭാരത് ഫോർജ് പോലെയുള്ള ഒരു ഇന്ത്യൻ കമ്പനി ആഴത്തിൽ ലയിച്ചു ചേരുന്നത് ആധുനിക സൈനിക സാങ്കേതിക വിദ്യയുടെ ആഗോള വിതരണക്കാരായി ഇന്ത്യ വളരുന്നതിൻ്റെ നേർചിത്രമാണ്. ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത അഡ്വാൻസ്ഡ് ഡോട്ട് ആർട്ടിലറി ഗൺ സിസ്റ്റം, K9 വജ്ര തുടങ്ങിയ അത്യാധുനിക പീരങ്കി സംവിധാനങ്ങൾ ഇതിനകം തന്നെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ശ്രദ്ധ നേടിക്കഴിഞ്ഞിട്ടുണ്ട്. സ്വീഡനെ സംബന്ധിച്ചിടത്തോളം ഈ സഹകരണം വെറുമൊരു ആയുധ സംഭരണം മാത്രമല്ല, മറിച്ച് സംയുക്ത ആയുധ വികസനം കൂടിയാണ് ലക്ഷ്യമിടുന്നത്. സ്വീഡൻ്റെ സാങ്കേതിക മികവും ഇന്ത്യയുടെ നിർമ്മാണ ശേഷിയും ഒന്നിപ്പിക്കുന്ന മെയ്ഡ് വിത്ത് സ്വീഡൻ, മേക്ക് ഇൻ ഇന്ത്യ എന്നീ തത്വങ്ങളെ പരസ്പരം കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പുതിയ പ്രതിരോധ സാങ്കേതിക ചട്ടക്കൂടാണ് ഇതിലൂടെ രൂപപ്പെടുന്നത്. പീരങ്കി ബാരലുകൾ, ബ്രീച്ച് മെക്കാനിസങ്ങൾ, മറ്റ് വലിയ കാലിബർ സബ് സിസ്റ്റങ്ങൾ എന്നിവ ഈ പങ്കാളിത്തത്തിലൂടെ നിർമ്മിച്ച് യൂറോപ്യൻ സൈനിക പ്ലാറ്റ്ഫോമുകളുടെ ഭാഗമാക്കും. ഇന്ത്യയിൽ നിന്ന് വലിയ അളവിൽ പീരങ്കി സംവിധാനങ്ങൾ ഓർഡർ ചെയ്യാൻ നോർഡിക് രാജ്യങ്ങൾ തയ്യാറെടുക്കുന്നു എന്നത് യൂറോപ്പിൻ്റെ സുരക്ഷയിൽ ഇന്ത്യൻ കമ്പനികൾ വഹിക്കാൻ പോകുന്ന പ്രാധാന്യത്തെയാണ് കാണിക്കുന്നത്. ആഗോള പ്രതിരോധ വിതരണ ശൃംഖലയിൽ സംഭവിച്ച വലിയൊരു ഘടനാപരമായ മാറ്റമാണിത്. ഇന്ത്യ ഇനി മുതൽ കേവലം ഒരു ആയുധം വാങ്ങുന്ന രാജ്യമല്ല, മറിച്ച് വികസിത പാശ്ചാത്യ രാജ്യങ്ങളിലെ സൈന്യങ്ങൾക്ക് ആയുധങ്ങൾ വികസിപ്പിച്ച് നൽകുന്ന ഒരു പ്രധാന പങ്കാളിയാണ്. ദില്ലിയും സ്റ്റോക്ക്ഹോമും തമ്മിൽ സമീപകാലത്ത് നടന്ന ഉഭയകക്ഷി ഉച്ചകോടികളും പ്രതിരോധ സഹകരണ കരാറുകളും ഈ തന്ത്രപരമായ ബന്ധത്തെ കൂടുതൽ ആഴത്തിലാക്കിയിട്ടുണ്ട്. ഗുണനിലവാരത്തിലും അളവിലും ഒരുപോലെ യൂറോപ്പിൻ്റെ കടുത്ത ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താൻ ഇന്ത്യക്ക് കഴിയുമെന്നത് ആഗോള പ്രതിരോധ ഭൂപടത്തിൽ ഇന്ത്യയുടെ പദവി ഇനിയും ഉയർത്തുന്നതിൽ തർക്കമില്ല. ആഗോള പ്രതിരോധ രംഗത്ത് പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ചില പരമ്പരാഗത സമവാക്യങ്ങളെയും ആധിപത്യങ്ങളെയും പൂർണ്ണമായി തകിടം മറിക്കുന്ന ഒന്നാണ് യൂറോപ്യൻ ആയുധ വിപണിയിലേക്കുള്ള ഭാരതത്തിൻ്റെ ഈ തന്ത്രപരമായ പ്രവേശനം. ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ ഇറക്കുമതി രാജ്യം എന്ന നിലയിൽ നിന്നും വികസിത പാശ്ചാത്യ രാജ്യങ്ങൾക്ക് അത്യാധുനിക യുദ്ധ സാമഗ്രികൾ വിതരണം ചെയ്യുന്ന രാജ്യമായി ഭാരതം മാറുമ്പോൾ അത് കേവലം ഒരു വാണിജ്യ നേട്ടം മാത്രമല്ല, മറിച്ച് ആഗോള ഭൗമ രാഷ്ട്രീയത്തിലും നയതന്ത്രത്തിലും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന ഒന്നാണ്.
സ്വീഡൻ ഉൾപ്പെടെയുള്ള നോർഡിക് രാജ്യങ്ങളുമായുള്ള ഭാരതത്തിൻ്റെ പുതിയ പ്രതിരോധ പങ്കാളിത്തം ആഗോളതലത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രധാന പ്രതിഫലനങ്ങൾ പലതലത്തിലാണ്. ഇതുവരെ ആഗോള ആയുധ വിപണി നിയന്ത്രിച്ചിരുന്നത് അമേരിക്ക, റഷ്യ, ഫ്രാൻസ്, ബ്രിട്ടൻ തുടങ്ങിയ പരിമിതമായ ചില പാശ്ചാത്യ ശക്തികളായിരുന്നു. എന്നാൽ അത്യാധുനിക സാങ്കേതിക വിദ്യകളും ഉയർന്ന ഗുണനിലവാരവുമുള്ള ആയുധങ്ങൾ കുറഞ്ഞ ചെലവിൽ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കാനുള്ള ഭാരതത്തിൻ്റെ ശേഷി തെളിയിക്കപ്പെടുന്നതോടെ ആഗോള പ്രതിരോധ വിപണിയിൽ ഒരു പുതിയ ബദൽ ശക്തി ഉയർന്നു വരികയാണ്. പരമ്പരാഗത വിതരണക്കാരെ മാത്രം ആശ്രയിച്ചിരുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഭാരതം ഇപ്പോൾ ഏറ്റവും വിശ്വസനീയവും സുരക്ഷിതവുമായ ഒരു പങ്കാളിയായി മാറിയിരിക്കുന്നു. ഇത് പാശ്ചാത്യ കമ്പനികളുടെ കുത്തക തകർക്കുന്നതിനൊപ്പം തന്നെ ആഗോള ആയുധ വിപണിയുടെ ഘടനയെ തന്നെ കൂടുതൽ ജനാധിപത്യവൽക്കരിക്കും. ചൈനയുമായുള്ള ഭാരതത്തിൻ്റെ അതിർത്തി തർക്കങ്ങളിലും പശ്ചിമേഷ്യൻ പ്രതിസന്ധികളിലും യൂറോപ്യൻ രാജ്യങ്ങൾ സ്വീകരിക്കുന്ന നിലപാടുകളെ സ്വാധീനിക്കാൻ ഈ പ്രതിരോധ സഖ്യത്തിന് സാധിക്കും. യൂറോപ്പിൻ്റെ ആയുധ സുരക്ഷയ്ക്കായി ഭാരതത്തെ ആശ്രയിക്കേണ്ടി വരുന്നത് അന്താരാഷ്ട്ര വേദികളിൽ ഭാരതത്തിൻ്റെ നയതന്ത്ര മേധാവിത്വം ഇരട്ടിയാക്കും. ഉപരോധങ്ങളും രാഷ്ട്രീയ സമ്മർദ്ദങ്ങളും കാരണം വിതരണ ശൃംഖലകൾ എപ്പോൾ വേണമെങ്കിലും തടസ്സപ്പെടാവുന്ന ഒരു ആഗോള സാഹചര്യത്തിൽ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഭാരതത്തെ പോലൊരു രാജ്യം യൂറോപ്പിൻ്റെ പ്രതിരോധ പങ്കാളിയാകുന്നത് ഭൗമരാഷ്ട്രീയത്തിൽ വലിയൊരു സുരക്ഷിതത്വമാണ് നൽകുന്നത്. മെയ്ഡ് വിത്ത് സ്വീഡൻ, മേക്ക് ഇൻ ഇന്ത്യ പോലെയുള്ള സംയുക്ത വികസന മാതൃകകൾ മറ്റ് ആഗോള ശക്തികൾക്കും ഭാവിയിൽ മാതൃകയാക്കാവുന്ന ഒന്നാണ്. റഷ്യ യുക്രൈൻ യുദ്ധ പശ്ചാത്തലത്തിൽ യൂറോപ്പ് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി തങ്ങളുടെ ആയുധപ്പുരകൾ അതിവേഗം ശൂന്യമാകുന്നു എന്നതാണ്. വെടിക്കോപ്പുകളുടെയും പീരങ്കി സംവിധാനങ്ങളുടെയും ഉൽപ്പാദനത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾ നേരിടുന്ന ദൗർലഭ്യം പരിഹരിക്കാൻ ഭാരതത്തിന് സാധിക്കും. നാറ്റോ സഖ്യത്തിൻ്റെ പുനഃസംഘടനയ്ക്കും റഷ്യയിൽ നിന്നുള്ള ഭീഷണികളെ ചെറുക്കുന്നതിനും ഭാരതത്തിൻ്റെ ഈ പ്രതിരോധ പിന്തുണ യൂറോപ്പിന് കനത്ത ആത്മവിശ്വാസമാണ് നൽകുന്നത്. ആഗോളതലത്തിൽ ഭാരതം കേവലം ഒരു പ്രാദേശിക ശക്തി മാത്രമല്ല, മറിച്ച് പാശ്ചാത്യ രാജ്യങ്ങളുടെ സുരക്ഷയെപ്പോലും നിർണ്ണയിക്കാൻ പോകുന്ന ആഗോള പ്രതിരോധ ശൃംഖലയുടെ ഒഴിച്ചുകൂടാനാകാത്ത കേന്ദ്ര ബിന്ദുവായി മാറിയിരിക്കുന്നു എന്നതിൻ്റെ വിളംബരമാണ് ഈ നീക്കം. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.